എന്താണ് നല്ല പ്ലാൻ? ഞാൻ കളിയാക്കി പറയുന്നതല്ല. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഒരു 4 ചുവരുകൾ മാർക്ക് ചെയ്ത്, പിന്നെ ബേസിക് ഫർണിച്ചേഴ്സ് മാത്രം ഇട്ട്, അത്യാവശ്യം ജനലോ വാതിലോ എല്ലാം മാർക്ക് ചെയ്തുള്ള പ്ലാനായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണോ നല്ല പ്ലാൻ? അല്ല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിലിങ്സ് അതിൻ്റെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ഫർണിച്ചർ ലേഔട്ട്സ്, ബേസിക് ഫർണിച്ചർ ലേഔട്ട് നമുക്ക് കിട്ടും. എന്നിരുന്നാലും ഒരു ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിലെ ബെഡിൻ്റെ പൊസിഷൻസ്, ഇപ്പം ജനലിൻ്റെ പൊസിഷൻ വരെ ബെഡിൻ്റെ പൊസിഷനിൽ ആയിട്ട് റിലേറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫേസിൽ സൺലൈറ്റ് അടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ AC പോയിന്റ്സ് വെക്കുമ്പം നേരിട്ട് ഉള്ള ബ്ലോ ഫേസിൽ അടിക്കാതിരിക്കാൻ. അപ്പോൾ ബെഡ് പൊസിഷൻസ് മാർക്ക് ചെയ്ത്, ഫർണിച്ചർ ലേഔട്ട് മാർക്ക് ചെയ്ത്, ഹാളിൽ വരുമ്പോൾ TV എവിടെ വരും, അവിടെ TVക്ക് ഓപ്പോസിറ്റ് എവിടെ സോഫ പ്ലേസ് ചെയ്യണം, നമ്മുടെ ഡൈനിങ് ടേബിൾ എവിടെ പ്ലേസ് ചെയ്യും, വാഷ് ബേസിൻ എവിടെ പ്ലേസ് ചെയ്യും, ഫർണിച്ചർ ലേഔട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്സ്, ഇതെല്ലാം ഒരു ഫർണിച്ചർ ലേഔട്ട് പ്ലാനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. രണ്ടാമതായിട്ട് ഇതിൽ വരുന്നത് നമുക്ക് ഒരു സെക്ഷൻ ഡ്രോയിങ് ആണ്. അപ്പോൾ സെക്ഷൻ ഡ്രോയിങ് എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു സ്ലോപ്ഡ് റൂഫാണെന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പ് എത്ര ഡിഗ്രി സ്ലോപ്പിൽ വന്നാൽ മാത്രമേ ആ ബിൽഡിംഗ് നന്നായിരിക്കുള്ളൂ എന്നുള്ളൊരു വിഷ്വലൈസേഷൻ ആൾക്കാർക്കുണ്ടാവും. അപ്പോൾ സെക്ഷൻ ഡ്രോയിങ്സിൽ ആ സ്ലോപ്പ് എത്ര ഡിഗ്രി വരും, പിന്നെ ലിൻഡൽ ഹൈറ്റ്, ലിൻഡൽ എവിടെയാണ് വരുന്നത്, ചിലപ്പോൾ നമ്മൾ 2.10 ലിൻഡൽ കൊടുക്കുമെങ്കിൽ ചില സമയത്ത് ലിൻഡൽ കുറച്ച് ഹൈറ്റ് കൂട്ടി കൊടുക്കും. ഇതെല്ലാ ഡീറ്റെയിൽസും സെക്ഷൻ ഡ്രോയിങ്ങിൽ വരും. പിന്നെ ഒരു നല്ലൊരു പ്ലാനിൽ വരുന്നത് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ആണ്. ഒരു പ്രോപ്പർ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെയൊക്കെയാണ് സ്വിച്ച് പൊസിഷൻ വരുന്നത്, എത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ലൈൻസ്, ഇലക്ട്രിക്കൽ വയേഴ്സ് കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ നമുക്ക് ലൈറ്റ് പൊസിഷൻസ് എവിടെ മാർക്ക് ചെയ്യാം. ഇപ്പം നമ്മളെ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യാത്ത ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു വീടിൻ്റെ റൂഫിൻ്റെ 4 കോർണറിൽ ലൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇന്ന ലൈറ്റ് കൊടുക്കുക എന്ന് പറയും. ഒന്ന് ജസ്റ്റ് ഒരു വെർബലി ഒന്ന് പറഞ്ഞു പോകും, ഇലക്ട്രീഷ്യൻ അതുപോലെ ചെയ്തു പോകും. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്, നാളെ ഇൻറ്റീരിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ ചെയ്യാൻ നേരത്ത് ഈ ലൈറ്റ് പൊസിഷൻസ് ഒക്കെ ഒരു ബാധ്യതയായിട്ട് വരും. ഇതിൻ്റെ ഒരു ഏറ്റവും ഐറണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം വേസ്റ്റേജും നമുക്കൊരു പ്രോപ്പർ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലംബിംഗ് ഡ്രോയിങ്സ്. ഒരു പമ്പിംഗ് ലൈൻ എഫക്റ്റീവായിട്ട് എങ്ങനെ കൊണ്ടുപോകാം, ഏത് വഴി കൊണ്ടുപോയാൽ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാം, പിന്നെ ബാത്റൂംസിൻ്റെ പൈപ്സിൻ്റെ പൊസിഷൻസ്, പിന്നെ ഈ ചുമ്മാ ഇടിച്ച് പൊട്ടിച്ച് ലൈൻസ് തോന്നിയ പോലെ കൊണ്ടുപോകാതെ പ്രോപ്പറായിട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അത് ഇതെല്ലാത്തിലുപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോപ്പർ 3D ഡിസൈനാണ്. ഒരു വീട് പണി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു പ്രോപ്പർ 3D കൂടി മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാമാണ് ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഒരു ബിൽഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. നല്ലൊരു പ്ലാൻ ഇല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? ഞങ്ങൾക്ക് വരുന്ന കോൾസ് തന്നെയാണ്, സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാവും, നമുക്ക് എത്ര രൂപയ്ക്ക് വീട് പണിയാൻ പറ്റും, 2000 രൂപയ്ക്ക് 2200 രൂപയ്ക്ക് അവർ ചെയ്യാമെന്ന് പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ നമ്മളിപ്പം റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കും ഒരുപാട് പോസ്റ്റർ കാണും, 1600 രൂപയ്ക്ക് വീട് പണിയാൻ എന്നുള്ളത്. ഇതൊക്കെ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്, എനിക്കറിയാം. എന്നിരുന്നാലും നല്ലൊരു പ്ലാൻ ഇല്ലാതെ ഒരു ബിൽഡർ അപ്രോച്ച് ചെയ്യല് എന്നാണ് ഞാൻ തരുന്ന സജഷൻ. അല്ലെങ്കിൽ ആ ബിൽഡറിൻ്റെ കയ്യിൽ എഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടായിരിക്കണം. ആർക്കിടെക്റ്റോ ഡിസൈനറോ whatever നമ്മൾ ടീം ഇല്ലാത്ത പക്ഷം നിങ്ങളൊരു ബിൽഡർ അപ്രോച്ച് ചെയ്യല് എന്നാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എൻക്വയറി ചെയ്യുന്നു, ബിൽഡർ പറയാണ് ഫോർ സേ 2000 രൂപയ്ക്ക് ഒരു വീട് പണിയാമെന്ന് പറയുന്നു. 2000 രൂപ നിങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു, സ്പെസിഫിക്കേഷൻ ഒക്കെ വായിച്ചു നോക്കും, നല്ല സ്പെക്ക് തന്നെയാണ്. 2000 രൂപയ്ക്ക് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, ഒരു 5 or 10 lakhs അഡ്വാൻസ് കൊടുക്കുന്നു. സോ നിങ്ങൾ മണിയുടെ ബ്ലോക്കായി. അപ്പോൾ വീട് പണി തുടങ്ങാൻ നേരത്തായിരിക്കും നിങ്ങൾ പറയുന്നത്, ഈ മണ്ണ് അത്ര സ്റ്റേബിൾ അല്ല, ഇവിടെ പൈലിംഗ് വേണ്ടി വരും. അപ്പം അല്ലെങ്കിൽ ഈ സ്പെസിഫിക്കേഷൻ പറയുന്ന ഫൂട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല, അത് വേറൊരു ഫൂട്ടിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു അഡീഷണൽ കോസ്റ്റ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അഡീഷണൽ വന്നുകൊണ്ടിരിക്കും. നല്ല പ്ലാൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണിത്. നല്ലൊരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ കോസ്റ്റും വരത്തില്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യം ഈ പ്ലാൻ മുഖേന നിങ്ങളുടെ ബിൽഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൽഡിംഗ് പ്ലാനിനെ കുറിച്ചുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വേണം തീരുമാനിക്കാൻ
നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ബിൽഡിംഗ് പ്ലാൻ ഡിസൈൻ ചെയ്തുകൊണ്ടൊരു ബിൽഡിംഗ് പണിയണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് പ്ലാൻ വെച്ചിട്ട് ഇഷ്ടമുള്ളതുപോലെ ബിൽഡിംഗ് പണിയണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ലൊരു ബിൽഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ടീം ഓഫ് ആർക്കിടെക്ട്സ് ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് അത് വളരെ മനോഹരമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ പ്രീവിയസ് വർക്ക്സ് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ നമുക്ക് ചെക്ക് ചെയ്യാം. ഞങ്ങളുടെ സൈറ്റ്സ് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഈ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ പ്ലീസ് കോൺടാക്ട് us.